ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനെ കയറൂരി വിടാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. കാരണം വെറുതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ജോലിയും നിങ്ങൾ ഏൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വഴിക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ബെറ്റർ എന്താണ് അകത്തേക്ക് കൊടുക്കുന്നത്, ജിജോ പ്രിൻസിപ്പിൾ നമ്മൾ അറിയണം. നിങ്ങൾ ബ്രെയിനിനുള്ളിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള തോട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോളും. നമുക്കിപ്പോ നമ്മൾ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഇൻഫർമേഷൻസ് ബ്രെയിൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തിരുന്ന ഒരാൾ സംസാരിക്കുന്നത്, നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, ഇതെല്ലാം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മെമ്മറീസ് ആയിട്ട് സ്റ്റോർ ചെയ്യാണ് ചെയ്യും. ഒരുപക്ഷെ അത് ആക്ച്വൽ സംഭവം ആവണം എന്ന് പോലും നിർബന്ധമില്ല. നിങ്ങളുടെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നതും അത് ഒരു സംഭവം നടന്നതായിട്ട് പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശങ്കകൾ നിങ്ങളോട് പങ്കുവെച്ചാലും ഇതൊക്കെ തന്നെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ ആക്ച്വൽ ഇൻസിഡന്റ് ആണ്, മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ല ആരെങ്കിലൊക്കെ വന്ന് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് അതിനോട് പ്രതികരിക്കൊന്നുമില്ല. പക്ഷെ കേട്ടാൽ പോലും ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റോറിയാണ്. സ്റ്റോറി ആയിട്ട് മെമ്മറി ഫയലിലേക്കും കയറും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, നിങ്ങൾ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്, ഒരാളുടെ ഗോസിപ്പ് പറയില്ല, ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം വളരെ മോശമായ രീതിയിൽ ചിലപ്പോൾ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം, നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന നിങ്ങളുമായിട്ട് ഇടയ്ക്ക് വരുന്ന ആൾക്കാർ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളും അത് ചെയ്തു വരുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന തോട്ട്സ് എന്താണ്, നല്ലത് കൊടുത്താലേ നല്ല പുറത്തേക്ക് വരുള്ളൂ. ബാഡ് തിങ്സ് ആണെങ്കിൽ ബാഡ് റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ വളരെ പ്യുവർ ആയിരിക്കും, കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അസോസിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ളത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ടും അത് തന്നെ. ഇവിടെ നമ്മൾ ബ്രെയിന് കൊടുക്കുന്ന ഫുഡ് എന്താ, ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന പല സാധനങ്ങളും ഉണ്ട്, നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിന് വേണ്ട ന്യൂട്രിയൻസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുള്ള ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ ഒരിക്കലും വെറുതെ ഇരിക്കുന്നുണ്ടാവില്ല. എവിടെ നിന്നെങ്കിലൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ ഫ്രീക്വൻസികൾക്ക്, നമ്മളുടെ കോൺഷ്യസ് ഫ്രീക്വൻസിക്കും അപ്പുറത്തുള്ള പല കാര്യങ്ങളും ബ്രെയിന് കണ്ടെത്താൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തീരെ നമുക്കൊന്നും പറ്റാത്തൊരു സമയമാണ്, ബുക്ക് എടുത്ത് വെച്ച് വായിച്ചോ. നിങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ഫേസ്ബുക്ക് എടുത്ത് വെച്ചിട്ട് തോണ്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാൽ ഇപ്പോ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കഷൻ. പലപ്പോഴും ചില ആൾക്കാരൊക്കെ അതിനെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമവിദഗ്ധരിൽ ഏറ്റവും ടോപ്പ് ആ വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുന്നു. സീറോ നോളജ് ഉള്ള ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നു, അതും അവരുടെ സ്വന്തം അഭിപ്രായമൊന്നുമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കേട്ടിട്ടുള്ള ജങ്കെല്ലാം കൂടി വെച്ചിട്ട് തീരെ സഹിക്കാൻ വയ്യാതെ ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നതാണ്. ഇത് നമ്മൾ ക്യാരി, നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം കളയാനായിട്ട് ഈ സാധനം മതിയാവും. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാറില്ല, ഇതിലൊക്കെ നമ്മൾ അഭിപ്രായം പറയണ്ടേ? അഭിപ്രായം പറഞ്ഞിട്ടൊന്നും സംഭവിക്കാൻ, നിങ്ങൾ ആ ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ നോയ്സിന്റെ അകത്ത് നമ്മൾ ഒരു നോയ്സ് ഉണ്ടാക്കുന്നുള്ള മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഫുഡ്. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടുക, പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഇല്ലെങ്കിലും അതിനകത്തൊരു വർത്തമാനം പറയുക, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ബ്രെയിൻ നിങ്ങളെ ട്യൂൺ ചെയ്യുന്ന അത്തരത്തിലാണ്. കാരണം ഇതൊക്കെ സ്റ്റോർ മെമ്മറീസ് ആണ്. നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സ്ഥലത്തെത്തി എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ ബ്രെയിൻ തീരുമാനമെടുക്കുന്നത് സ്റ്റോർഡ് മെമ്മറീസിനെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ചില ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നുണ്ട്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് വിജയിക്കാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ സ്റ്റോർ മെമ്മറീസ് നിങ്ങളെ ചിലപ്പോൾ ചതിക്കുന്നുണ്ടാവും. കാരണം എന്താണ്? അത് ആക്ച്വൽ ആയിട്ടുള്ളത് ആവണമെന്ന് പോലും നിർബന്ധമില്ല.
അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, അസോസിയേറ്റ് ചെയ്യുന്നത് അത് സക്സസ് ആകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കോൺഷ്യസ് ബ്രെയിൻ അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാകാത്ത പല കാര്യങ്ങൾ പോലും, ഈവൻ നിങ്ങളുടെ എൻവയോൺമെന്റ് പോലും ബ്രെയിനെ അത് വല്ലാണ്ട് സ്വാധീനിക്കും. നിങ്ങളിപ്പോ പോയിട്ട് ഒരു സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലം, ഇതുപോലെ നിങ്ങളുടെ സക്സസുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, ഇതെല്ലാം ബാധിക്കുന്നുണ്ടാവും. നമ്മൾ സക്സസ്ഫുൾ ആകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ എൻവയോൺമെന്റിലേക്ക് എത്തിച്ചേരുക, എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വിജയത്തിലേക്ക് കടക്കേണ്ടി വരും. കാരണം ചില സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്ത് ബ്രെയിൻ തീരുമാനം എടുക്കുന്നത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടാണ്. അതിൽ ഏതാണോ കൂടുതലുള്ള അതാണ് ബ്രെയിൻ എടുക്കാൻ പോകുന്ന തീരുമാനം. സക്സസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങളുടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ തന്നെ എടുത്തു വെക്കും, നിങ്ങൾ സക്സസ്ഫുൾ ആവും. നിരവധി തവണ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല, വിജയിച്ചിട്ടുണ്ടാവില്ല, പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരുടെ പരാജയങ്ങളെ കുറിച്ചിട്ടോ വിജയങ്ങളെ കുറിച്ചിട്ടോ ഒക്കെ കേട്ട് നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ രൂപപ്പെടുത്തുന്നത് എന്നൊക്കെ പറയും. പക്ഷെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബ്രെയിൻ നമ്മളുടെ അന്നത്തെ ദിവസം മുഴുവൻ വിശകലനം ചെയ്തിട്ട് ഫയലുകളാക്കിയാണ് സ്റ്റോർ ചെയ്യുക. കംപ്ലീറ്റ് ഫയലുകൾ വേണം. ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഫയലുകളാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമായിട്ട്, നിലവിലുള്ള ഏതെങ്കിലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് മാത്രമേ ബ്രെയിൻ അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ രാത്രി നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ഗാഠനിദ്രയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഈ പ്രോസസ്സിങ് നടക്കുന്നുണ്ടെന്നുള്ള ഓർത്തോണം. അപ്പൊ ബ്രെയിൻ അധികം പണി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു ഒരു പൂർണ്ണത കൊടുത്തിട്ടാണ് ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നല്ല ശാന്തമായിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, ഉറക്കം ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് അതൊക്കെ നമുക്ക് ഇതൊന്ന് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കംപ്ലീറ്റ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലീറ്റഡ് അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ എളുപ്പമുണ്ടാവും, നമുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ഒരു സിറ്റുവേഷൻ എടുത്തിട്ട്, ഓക്കെ ഈ സിറ്റുവേഷൻ ഇന്ന് നമ്മുടെ രാത്രിത്തെ ഉറക്കത്തെ കുഴപ്പിക്കുക, അത് ഒരു വല്ലാത്ത ഒരു കണ്ടീഷൻ. സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അവർക്ക് ആകാംക്ഷ ഉണ്ടാവും, വലിയ ഇതുമായിരിക്കും. ഉറക്കമൊന്നും ശരിയാണെന്നൊരു നിർബന്ധമില്ല. പക്ഷെ തിരിച്ച് അവർക്ക് തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് ഉറങ്ങാൻ പോയാണെങ്കിൽ സുന്ദരമായിട്ട് കിടന്നുറങ്ങും. ഇതേ സമയത്ത് തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമാവേണ്ട ആൾക്കാർ വളരെ കൂളായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. കാരണം അവര് നാളത്തെ റിസൾട്ടിനെ കുറിച്ചിട്ട് അവർ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, ശാന്തമായി പോയിട്ട് ഉറങ്ങുന്നുണ്ടാവും. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കും. നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക, നമ്മുടെ ബ്രെയിനെ എങ്ങനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോർഡ് മെമ്മറീസ് സക്സസ്ഫുൾ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വിജയത്തെ കുറിച്ചിട്ട് പറയുക. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കൂടുതൽ സമയം സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ചില സമയത്ത് വേറെ നിർവാഹം ഉണ്ടാകും, ചില ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചേ പറ്റൂ. അപ്പൊ അവര് കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽഡ് സ്റ്റോറീസ് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പതുക്കെ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ സക്സസ് സ്റ്റോറീസിലേക്ക് അങ്ങ് മാറ്റും. ഡൗട്ട്സ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പതുക്കെ അതിനുള്ള ഒരു ആൻസർ നമ്മൾ കൊടുത്തു തുടങ്ങും. പതുക്കെ പതുക്കെ അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇല്ല തീരെ പറ്റുന്നില്ലെങ്കിലും അവോയ്ഡ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ ബാധിക്കും. കാരണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും നോക്കുന്ന ആൾക്കാരും ആരെ നോക്കിയാലും അവരെല്ലാം സക്സസ്ഫുൾ ആയി. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഗ്രോത്ത് ഒന്നും ഉണ്ടാകാതെ നമ്മൾ കുറച്ച് ഇതായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആൾക്കാരും ഇതേപോലെ തന്നെ പോകുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് സംഭവിക്കുക? ബ്രെയിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ബ്രെയിൻ നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് റെഗുലറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, അത് നിങ്ങളെ സക്സസിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. കാരണം അത് തുടക്കത്തിൽ അത്ര എളുപ്പമായിരിക്കും. പലപ്പോഴും ലൂസേഴ്സിന്റെ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവരെക്കാൾ കുറച്ചൊരു മെച്ചപ്പെട്ട നിലയിലുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ലൂസർമാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് മാറും. സക്സസിലും അങ്ങനെ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം അവരുടെ ചെയ്തികൾ, ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അവര് നമ്മളോട് സംസാരിക്കുന്ന രീതി, അവർ പെരുമാറുന്ന രീതി, അതൊന്നും ചിലപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം വിജയിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാവുന്ന വിജയത്തിന്റെ ഫോർമുലാസ് അതായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്.
നമുക്ക് അത്ര സുഖകരമായിട്ടൊന്നും തോന്നില്ല. അവര് പലപ്പോഴും സഹതപിക്കാനൊന്നും വരുന്നുണ്ടാവില്ല. എമ്പതി ഉണ്ടാവുള്ളൂ. ഇപ്പുറത്ത് സിമ്പതി ആയിരിക്കും. സിമ്പതി ഒരാളെ ഇല്ലാതാക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷെ എമ്പതി ആണെന്നുണ്ടെങ്കിൽ അവർ സംഭവം അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്കിത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ചെറിയ വ്യത്യാസമാണ്. മറ്റേത് നമ്മളോട് കൂടി പരിതപിക്കുമോ, അയ്യോ വിഷമായി പോയല്ലോ. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ചില നല്ല ഫീല് കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുന്നു. അതൊക്കെ സംഭവം ഒക്കെയാണ്. ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയല്ലേ. പക്ഷെ നമുക്ക് സംഭവിച്ചേ പറ്റുന്നുള്ളൂ. ഇവിടെ കഥ മാറും. ഇത് നമുക്ക് കംഫർട്ടബിൾ അല്ല. അങ്ങനെ ആ ഡിസ്കംഫർട്ട് സോണിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാതോട് ശരിയായിരിക്കും. അല്ലാണ്ട് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് സ്ഥലത്ത് വെറുതെ പോയിട്ട് കാര്യമില്ല. നമ്മൾ തെരഞ്ഞെടുത്ത പാതയിൽ വിജയത്തിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഡിസ്കംഫർട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കണം. അവിടെ നിങ്ങൾക്ക് തുടരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഏത് പ്രവൃത്തിയാണെങ്കിലും അതിൽ വിജയിക്കുന്നുണ്ടാവും. ആക്ഷൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിക്കും. സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആക്ഷനാണ്. അത് മറന്നു പോകരുത്.